ഹലോ, അപ്പോൾ ഇന്നൊരു ട്രാവൽ വ്ലോഗാണ്. അപ്പോൾ ഞങ്ങൾ പോയതൊരു വെഡ്ഡിങ്ങിനാണ്, മഞ്ചേരിയാണ് വെഡ്ഡിങ് ഉണ്ടായിരുന്നത്. അപ്പോൾ പെട്ടെന്നുണ്ടായൊരു തീരുമാനമാണ് മിനി ഊട്ടിക്ക് പോവാമെന്ന്. അവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ മിനി ഊട്ടിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ പോകുന്നതാണ്. ഇവിടേക്ക് ഒറ്റ മൈൻഡിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ന്യൂ ഡ്രസ്സ് ഇട്ടതുകൊണ്ട് ഞങ്ങൾക്ക് വാട്ടർ പാർക്കിലൊന്നും ഇറങ്ങാൻ പറ്റില്ല. പിന്നെ അവിടെ ഹൊറർ ഹണ്ടർ അങ്ങനെ എന്തോ ഒരു ഹൊറർ ഹൗസ് അങ്ങനെ എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു. ബട്ട് അതേക്കൊന്നും ഞങ്ങൾ കയറില്ല. ഞങ്ങൾ ഈ ഒരു പാർക്കൊക്കെയാണ് ഞങ്ങളൊന്ന് കയറിയത്. അവർക്ക് മാത്രമേ കയറാൻ പറ്റൂ. വേറൊരു റൈഡ് ഇവിടെ അല്ല. വേറൊക്കെ യന്ത്രൂഞ്ഞാൽ അങ്ങനത്തെ റൈഡ്സൊക്കെയാണ്. അതും വേറെ സ്ഥലത്താണ്. ഇങ്ങനെ വേറെ വേറെ പ്ലേസിലായിട്ടാണ് ഈ മിനി ഊട്ടി വരുന്നത്. അപ്പോൾ ഈ വാട്ടർ പാർക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഒരു കറങ്ങുന്ന റൈഡില്ല, അതിൽ കയറിയപ്പെടുത്തൊരു വീഡിയോ ആണത് ഗൈസ്. പിന്നെ ഇവിടെ വേറെ റൈഡ് ഉണ്ടായിരുന്നു, ഒരു ഊഞ്ഞാൽ. ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് ബാക്കൊക്കെ നല്ലോണം വലിക്കുന്നിട്ട് ഒരൊറ്റ വീടില്ല. അപ്പോൾ ഭയങ്കര കാളലേക്കാരം. ഞങ്ങൾക്ക് പേടിയായിരുന്നു അതിൽ കയറാൻ. പിന്നെ ഞങ്ങൾക്കൊന്നും ഇതിൽ കയറാൻ പറ്റില്ല. പിന്നെ വേറെ റൈഡ് ഉണ്ടായിരുന്നു, ഒരു സിപ്പ് ലൈനിൻ്റെ സൈക്കിൾ റൈഡ്. അതിൽ കയറണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ പേടിക്കുമെന്നുള്ളൊരു പേടി കൊണ്ട് ഞങ്ങളതിലും കയറിയില്ല. അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇൻഷാ അല്ലാ വാട്ടർ പാർക്കിൽ കയറാൻ പറ്റിയ ഇതിൽ വരണം. ഇവർ ധൈര്യം ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എനിക്കത് കണ്ടിട്ടെന്താ പേടിയാവുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ. പിന്നെ നമ്മൾ പെറ്റ്സ് പാർക്ക് പോയിട്ടുണ്ടായിരുന്നു. മിനി ഊട്ടി പെറ്റ്സ് പാർക്ക് എല്ലാം വേറെ വേറെ പ്ലേസിലായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ നമ്മൾ പെറ്റ്സ് പാർക്കിലും പോയി. ഒരു ഗുഹ പോലെ എന്നൊക്കെ പറഞ്ഞ സ്ഥലം. നിങ്ങൾ ഈ വെക്കേഷനിൽ എവിടേക്കാണ് പോയത് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങൾ ഈ മിനി ഊട്ടിയിൽ മുന്നേ വന്നിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇവിടെ ഗ്രില്ലിൻ്റെ കൂട്ടിൽ കുറേ പെറ്റ്സിനെ ഇങ്ങനെ കൂട്ടിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ പോക്കറ്റ് മങ്കി. ഇതിനെ കാണാൻ നല്ല ക്യൂട്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ലവ് ബേർഡ്സ് ഉണ്ടായിരുന്നു. വിവിധ തരം പക്ഷികളുണ്ടായിരുന്നു. നല്ല കാണാൻ മഞ്ചുള്ള കുറച്ച് പക്ഷികളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഇക്കാന ആരും കാണുന്നില്ലല്ലോ എന്നുള്ള മട്ടിലാണ് മൂപ്പരുടെ നിൽപ്പ്. പിന്നെ ഒട്ടക പക്ഷി ഉണ്ടായിരുന്നു. ഇതിനാണെങ്കിൽ ഇവിടുത്തെ കുറച്ച് കുട്ടികൾ മദ്രസയിൽ നിന്ന് സിയാറത്ത് വന്നതാണ് കേട്ടോ. ഓലാണെങ്കിൽ കല്ലെടുത്തെറിഞ്ഞ് ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. പാരൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആരും അല്ല ചീത്ത പറയാനില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ കല്ലെടുത്തെറിയുന്നുണ്ട്. അതാണെങ്കിൽ ഭയങ്കര ദേഷ്യം പിടിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ മുള്ളം പന്നി ഉണ്ടായിരുന്നു. ആ രണ്ട് ബോൾ പോലെ നിൽക്കുന്നതാണ് മുള്ളം പന്നി. ഇതെന്താണെന്ന് വെച്ചാൽ ഗിന്നി പന്നിയാണ്. പിന്നെ ഒട്ടക ഉണ്ടായിരുന്നു. പിന്നെ കുതിര ഉണ്ടായിരുന്നു. കുതിരൻ്റെ തന്നെ കുട്ടി ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടറിയില്ല. പിന്നെ ഇതിൽ കൂടെ തന്നെ പുറത്തു കൂടെ ഇറങ്ങി കിടക്കുന്ന ചില പെറ്റ്സ് ഉണ്ട്. എൻ്റെ താറാവ്, ടർക്കിക്കോയി അങ്ങനത്തെ ചിലതൊക്കെ. എനിക്കാണെങ്കിൽ ഐറ്റങ്ങളൊക്കെ പേടിയാണ്. കൊത്തുമോ എന്നൊക്കെ പേടിയാണ്. നിങ്ങൾക്കും ഇങ്ങനെ പേടിയാണോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ ഞങ്ങൾ ബേർഡ്സിൻ്റെതായിട്ടുള്ളൊരു ഗ്രിഡിൽ ഓല ഇട്ടുവെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ബേർഡ്സ് മാത്രമല്ല കാറ്റ്സ് ഉണ്ട്. ഒരു പൂച്ച മാത്രം പുറത്തേക്ക് ഇറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഡോഗ്സ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ തന്നെ കുറേ ബേർഡ്സ് ഈ ഒരു സാധനമാണ് നിൽക്കണത്. അവിടെ പോയാൽ ഫുള്ള് ബേർഡ്സിൻ്റെ സൗണ്ട്സാണ്. പിന്നെ നടുവിലായിട്ട് 2 ഫിഷ് അക്വേറിയം ഉണ്ട്. ഒന്ന് വലിയ മീനുള്ളതും പിന്നെ ഒരു ഓറഞ്ച് കളർ മീനുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ. കളർ തത്തനങ്ങളെന്നില്ല രസമില്ല. ഇവിടെ ചിലർ ഫുഡൊക്കെ കൊടുക്കേണ്ടതിന് എന്നിട്ട് അങ്ങനെ മയപ്പിച്ച് തന്നെ അതിൻ്റെ കയ്യിലൊക്കെ നിർത്തുന്നുണ്ട് ഗൈസ്. കാണാൻ നല്ല രസമുണ്ട്. ഞാൻ വിചാരിച്ചത് ആരെങ്കിലും ഇങ്ങനെ കയ്യിലെടുത്തരാനുണ്ടാവും അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇങ്ങനെയൊന്നുമില്ലായിരുന്നു ഗൈസ്. അങ്ങനത്തെ ആൾക്കാരൊന്നുമില്ല. നമ്മളെല്ലാം സ്വന്തം കാട്ടുക അങ്ങനെയൊക്കെയാണ്. ഞാൻ വിചാരിച്ച പോലെ ആയില്ല.
ആദ്യം പറഞ്ഞില്ലേ മദ്രസ സിയാറത്തുനിന്ന് പോകുന്ന കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. ഓല് നിൽക്കുന്ന ഐസ്ക്രീം വാങ്ങാൻ നിൽക്കുന്ന ഒരു ലൈനാണ് നിങ്ങളിപ്പോൾ കണ്ടത്. പിന്നെ പോകുന്നപ്പോൾ തന്നെ ഞങ്ങൾ കാണാത്ത കുറേ സാധനങ്ങളുണ്ടായിരുന്നു. കാണിച്ചത് തന്നെ ഞാൻ പിന്നെയും കാണിക്കുന്നുണ്ട്. പോകുന്നപ്പോൾ കണ്ടത് ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ് ഞാൻ. ഇത് നമ്മൾ ആദ്യം കണ്ട ഒരുത്തനാണ്. അതിപ്പോൾ താഴത്തെത്തി. ഇനി പിന്നെ മേലേക്കാക്കട്ടെ. എനിക്കൊരു മനസ്സുഖം ഉണ്ടാവണ്ടേ. അങ്ങനെ മേലേക്ക് തട്ടിയിട്ടാണെങ്കിൽ വരുന്നില്ല. എനിക്കാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൈയിടാനോ പേടിയാണ്. ഇത് നമ്മൾ ഫസ്റ്റ് കാണിച്ചതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ആദ്യം കാണിച്ചത് തന്നെ ഞാൻ കാണിക്കുന്നുണ്ട്. ഇത് നമ്മൾ ഡയമണ്ട് ഡോവാണ്. ഇതെന്താ ചത്ത പോലെ കിടക്കുന്നത്? ഇതാണ് നമ്മളുടെ ഡഗു ഉടുമ്പാണ്. എനിക്ക് അറിഞ്ഞൂടെ ശരിക്കും. ഞാൻ പേര് ഇതിൽ കാണിക്കുന്നുണ്ട്. അതിൻ്റെ മുഖം കണ്ടിട്ട് ശരിക്കും പുലിൻ്റെ ഒരു ഫേസ് കട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ലേ? കമൻറ്റ് ചെയ്യണം. ഇതിൻ്റെ പേര് ഡഗു ഉടുമ്പ് തന്നെയാണ്. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഐസ്ക്രീം കഴിച്ചിരുന്നു. അതൊന്നും വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. പിന്നെ ഞങ്ങൾ മാങ്ങ ഉപ്പിലിട്ടത് കഴിച്ചു. എവിടെ പോയാലും മാങ്ങ ഉപ്പിലിട്ടത് കഴിക്കും. അത് നിർബന്ധമാണ്. ഇത്രയുള്ള ഇന്നത്തെ വ്ളോഗ്.